സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഭൂമി വിട്ടു നൽകാൻ കഴിയില്ലെന്ന് റെയിൽവേ അറിയിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ പദ്ധതി നടപ്പിലാക്കാനല്ല, കെ റെയിലിന്റെ മറവിൽ ലോൺ നേടിയെടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കെ റെയിൽ വിരുദ്ധ സമരസമിതി വിമർശിച്ചു. കേരളയിലായി ഭൂമി വിട്ടു നൽകാനാവില്ലെന്ന് കാട്ടി ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രതികരണം. നിലവിൽ നമ്മൾ ഈ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല, ഉപേക്ഷിച്ചതായി ആരും പറഞ്ഞിട്ടുമില്ല. ഇത് നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇപ്പം നാഷണൽ ഹൈവേ ആയാലും റെയിൽവേ ആയാലും ഒക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെ കേന്ദ്ര ഗവൺമെൻറ് അനുമതിയും സഹായവും ഉണ്ടെങ്കിലേ നടക്കൂ. ഔദ്യോഗികമായി ഒരറിയിപ്പും നമുക്ക് ഇതേവരെ വന്നിട്ടില്ല. പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ആവർത്തിക്കുന്ന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി ഉന്നയിക്കുന്നത്. പദ്ധതിയുടെ പേരിൽ ലഭിക്കുന്ന കമ്മീഷനും സാമ്പത്തിക ലാഭവുമാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. എന്നാൽ ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് സർക്കാരിനും കേരളയിലും കനത്ത തിരിച്ചടിയാണെന്നും സമരസമിതി കൺവീനർ എസ് രാജീവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഒരു ലോൺ സാങ്ഷൻ ആക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഇപ്പോൾ 1500-2000 കോടിയൊക്കെ വെച്ച് വായ്പ എടുത്തുകൊണ്ടിരിക്കുന്നു. അത് നിത്യനിദാന ചെലവുകൾക്ക് പോലും തികയുന്നില്ല എന്നിരിക്കെ 35,700 കോടി രൂപ ജെയ്ക്കയിൽ നിന്ന് ലോൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതെടുത്ത് നിലവിൽ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുക എന്ന ഒരു താല്പര്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. പിന്നെ അത് നൽകുന്ന വലിയ കമ്മീഷൻ, ഇതൊക്കെയാണ് ഇവരുടെ സ്വപ്നം. പദ്ധതി നടപ്പാക്കാനാകില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും സർക്കാർ പിന്മാറും വരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി വ്യക്തമാക്കി. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും റദ്ദാക്കണമെന്നും പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകൾ ഒഴിവാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, ആലപ്പുഴ.